മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബ്രൈഡ്സ് ഓഫ് ദ കിങ് സീസൺ 1 എപ്പിസോഡ് 8ലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എം ജോഅന ഫ്രം സെന്റ് ജൂഡ് പാരിഷ്, തിരുവറ്റൂർ. ഞാനാണ് ഇന്നത്തെ ഈശോയുടെ മണവാട്ടിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. Every great vocation begins with a simple yes. A yes to God's call, a yes to love, a yes to sacrifice, a yes that not only changed one life but the life of countless others. Today, before we meet the bride of the Christ, let us remember one such yes. Mother Teresa heard Jesus call her to leave everything and serve the poorest of the poor. She saw Christ in every suffering face and answered his invitation with unwavering love. Her yes reminds us that when we serve the least among us, we serve Christ himself. So, ഇന്നത്തെ special guest ആരാ എന്ന് നമുക്ക് നോക്കാം. Here is a small intro video about today's bride. മനമോടു മനമൊന്നു പറയുന്നു സൗഹൃദം സൗഹൃദം. മനമോടു മനമൊന്നു പറയുന്നു സൗഹൃദം സൗഹൃദം. നീ എന്റെതെന്നും ഞാൻ നിന്റെതെന്നും പറയാതെ പറയുന്നു സൗഹൃദം സൗഹൃദം സൗഹൃദം. Yes, so another special guest is Sister Evangeline Christo from the Franciscan Claris congregation. Isha Mishayake Siddhayakate sister, could you give an intro about yourself and the Franciscan Claris congregation? ഈശോം മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ ഇവാഞ്ചലിൻ ക്രിസ്റ്റോ. ഞാൻ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസ സമൂഹത്തിലെ തൃശൂർ അസീസി പ്രോവിൻസിലെ ഒരു അംഗമാണ്. ഇപ്പോൾ പോണ്ടിച്ചേരിയിലെ സേക്രഡ് ഹാർട്ട് കോൺവെന്റിലെ സേവനമനുഷ്ഠിക്കുന്നു. എൻ്റെ വീട് തൃശൂർ അതിരൂപതയിലെ തിരൂർ എന്ന ഇടവകയിലാണ്. ഇടവക പള്ളിയോട് ചേർന്ന് തന്നെയാണ് എൻ്റെ വീട്. ഞങ്ങള് 5 മക്കളാണ്. 3 ചേട്ടന്മാരും ഒരു ചേച്ചിയും. അവര് 4 പേരും കുടുംബജീവിതം നയിക്കുന്നു. 5ാമത്തെ ആളായ ഞാൻ 10th പഠിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ സന്യാസത്തിലേക്ക് പ്രവേശിച്ചു. ഇവിടെ സന്യാസത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പഠിച്ചത്. LF കോളേജ് ഗുരുവായൂരാണ് പഠിച്ചത്. ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. 2004 പാസ് ഔട്ട്. ഈ ഡിഗ്രി പഠിച്ച് ഒരു കോളേജിലോ കമ്പ്യൂട്ടർ സയൻസ് ആണ് ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റികളിലെ ഡിഗ്രി വന്ന കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് ഒരു കോളേജിലോ ഒരു സ്കൂളിലോ എൻ്റെ ജീവിതം കൊണ്ടുപോയി ഒതുക്കി വെക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല. കാരണം മഠത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ വലിയ ആഗ്രഹം പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. ആരും സ്നേഹിക്കാത്തവരെ, എല്ലാവരും മാറ്റി നിർത്തിയവരെ, അവരെയൊക്കെ കണ്ടുപിടിച്ച് സ്നേഹിക്കണം, ശുശ്രൂഷിക്കണം, പാവങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവിതം അർപ്പിക്കണം. ഇങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടിയായിരുന്നു ഞാൻ സന്യാസത്തിലേക്ക് വന്നത്. അതുകൊണ്ട് എനിക്ക് തുടർന്ന് അത് പഠിച്ച് ഒരു കോളേജിലോ സ്കൂളിലോ പോയി വർക്ക് ചെയ്യാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. അങ്ങനെ ഏറെ നാളത്തെ പ്രാർത്ഥനയും ത്യാഗം ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം അധികാരികളുടെ അനുവാദത്തോടെ PG ഞാൻ MSW ആണ് ചെയ്തത്. നമ്മുടെ ചെന്നൈയിൽ തന്നെയാണ് അത് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചത്. 2006, 2008 ചെന്നൈയിലാണ് ഞാൻ എന്നോട് MSW പഠനം പൂർത്തിയാക്കിയത്. അതിനുശേഷം ഞാൻ 3 വർഷത്തോളം സോഷ്യൽ വർക്ക് ചെയ്തു. പക്ഷെ ഈശോയുടെ എന്നെ കുറിച്ചുള്ള ഹിതം മറ്റൊന്നായിരുന്നു. ഈശോ എന്റെ ട്രാക്ക് മാറ്റിവിട്ടു. അതിനുശേഷം
2013 തുടങ്ങി ഇന്ന് വരെ ഞാൻ ഇപ്പോൾ ഇവാഞ്ചലൈസേഷൻ മിനിസ്ട്രിയിലാണ്. ധ്യാനങ്ങൾ നടത്തുന്നു, കൗൺസിലിംഗ് കൊടുക്കുന്നു. അങ്ങനെ ഏറെ സന്തോഷത്തോടു കൂടെ ഞാൻ എൻ്റെ ഈ സന്യാസ ജീവിതം കൂടെ നയിക്കുന്നു. ഇവിടുത്തെ എൻ്റെ ശുശ്രൂഷകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ സെക്രാഡ് കോൺവെന്റിനോട് ചേർന്ന് സെക്രാഡ് റിട്രീറ്റ് സെന്റർ ഉണ്ട്. 2011 ആരംഭിച്ച സിസ്റ്റർ വിനയ ജോസഫിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ ധ്യാന കേന്ദ്രത്തില് 2013 തുടങ്ങി ഞാൻ കൂടെ ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്നു. താമസിച്ചുള്ള ധ്യാനങ്ങൾ, വൺ ഡേ റിട്രീറ്റ്, നൈറ്റ് വിജില്, കൗൺസിലിംഗ്, ഇങ്ങനെയെല്ലാം ഇവിടെ നടക്കുന്നു. ഒപ്പം സാധിക്കുന്ന വിധത്തില് മറ്റ് തമിഴ് ഇടവകകളിൽ പോയിട്ട് ഹൗസ് വിസിറ്റിംഗ് നടത്തി അവരെ ധ്യാനിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് സന്തോഷമുള്ള ശുശ്രൂഷയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആത്മീയ ആനന്ദം പകർന്നു നൽകുന്ന ശുശ്രൂഷയാണ്. പ്രത്യേകിച്ച് വില്ലേജുകളിലെല്ലാം പോയി ഒട്ടും ഈശോയെ കുറിച്ച് ക്രിസ്ത്യാനികളാണെങ്കിലും നാമമാത്ര ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്ന വില്ലേജുകളിലെ ഒരുപാട് മക്കളുണ്ട്. അവരുടെ ഇടയിലെല്ലാം പോയി അവരുടെ വീടുകളിലെല്ലാം പോയി പ്രാർത്ഥിച്ച് അവരെല്ലാം കൂട്ടിച്ചേർത്ത് ഈവനിങ് ധ്യാനം നടത്തും. അതൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷം നൽകുന്ന അനുഭവങ്ങളാണ്. അങ്ങനെ ഈശോയുടെ ശുശ്രൂഷ ഏറെ സന്തോഷത്തോടെ ഇവിടെ ചെയ്തു വരുന്നു. Wow, that's wonderful to know about your family and congregation, sister. Thank you. Now, the first question for you. How did you identify your divine call and what made you choose the Franciscan Claris congregation? എൻ്റെ ദൈവവിളിയുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടില് അപ്പച്ചൻ്റെ അനിയച്ചൻ ഒരു അച്ഛനാണ്. അതേപോലെ ബന്ധുക്കളിലെ കുറെ വൈദികരുണ്ട്, കുറെ സിസ്റ്റേഴ്സ് ഉണ്ട്, ആന്റിമാര് സിസ്റ്റേഴ്സ് ഉണ്ട്. ഇവരെയൊക്കെ കാണുമ്പോൾ കൊച്ചു ചെറുപ്പത്തിൽ തുടങ്ങിയ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇവരെ പോലെ സിസ്റ്റർ ആകണോ എന്നുള്ളത്. വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക്. പിന്നെ ചെറുപ്പത്തിൽ തുടങ്ങിയ വീട്ടിലെ എൻ്റെ ഗ്രാൻഡ്മ എനിക്കെപ്പോഴും വിശുദ്ധരുടെ കഥകൾ ഒരുപാട് പറഞ്ഞു തരാറുണ്ട്. അതിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള വിശുദ്ധരാണ് വിശുദ്ധ കൊച്ചുത്രേസ്യയും വിശുദ്ധ ഫ്രാൻസിസും. വിശുദ്ധ കൊച്ചുത്രേസ്യ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധയായ കാര്യവും, വിശുദ്ധ ഫ്രാൻസിസ് പാവങ്ങൾക്ക് വേണ്ടി പട്ടുവസ്ത്രങ്ങൾ, അന്നത്തെ എൻ്റെ ചെറിയ അറിവ് വെച്ചിട്ട് അമ്മമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. പാവങ്ങൾക്ക് വേണ്ടി പട്ടുവസ്ത്രങ്ങളൊക്കെ എറിഞ്ഞിട്ട് കൊടുത്ത് വീട്ടിലെ സാധനങ്ങളെല്ലാം പാവങ്ങൾക്ക് എടുത്തു കൊടുത്തപ്പോൾ അപ്പനുണ്ടായ വൈരാഗ്യം, അങ്ങനെ വീട് ഉപേക്ഷിച്ചു പോയതും ഒരു സന്യാസിയായതും ആ കഥയൊക്കെ ചെറുപ്പത്തിലെ അമ്മമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ എന്നെ വളരെ മനസ്സിൽ ചെറുപ്രായത്തിൽ തന്നെ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ചെറുപ്പത്തിൽ തന്നെ ഒരു ആഗ്രഹമാണ് പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. വീട്ടിലും അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അമ്മാമ്മയായാലും അപ്പനായാലും അമ്മയായാലും എല്ലാം പാവങ്ങൾക്ക് വേണ്ടി നമ്മെ കൊണ്ട് സാധിക്കുന്ന വിധത്തിലൊക്കെ ഭക്ഷണവും വസ്ത്രങ്ങളൊക്കെ എടുത്തു കൊടുക്കുക, അവരെ ആവശ്യപ്പെട്ട ആരെങ്കിലും കടന്നു വന്ന് അവരെയൊക്കെ സഹായിക്കുക. ഇതൊക്കെ ചെറുപ്പത്തിലെ അവർ ചെയ്യുന്നത് കണ്ടുപിടിച്ച് എനിക്കും അതുപോലെ ആവണം. അങ്ങനെ ആവണമെങ്കിലേ, ശുശ്രൂഷിക്കാൻ പറ്റണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം ഒരു സിസ്റ്റർ ആവുകയാണ് എന്നുള്ളത് ചെറുപ്പത്തിലെ എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു കാര്യമായിരുന്നു. പിന്നെ അത് വളരും തോറും ഒരു പേടിയും ഉണ്ടായിരുന്നു, എങ്ങനെ പോകും, എവിടെ പോകും എന്നുള്ളതൊക്കെ. പക്ഷെ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഡിവൈൻ റിട്രീറ്റ് സെന്ററുകാരുടെ ഒരു ധ്യാനം ഞങ്ങളുടെ ഇടവകയിലുണ്ടായി. ആ ധ്യാനത്തിലെ ഞാൻ 8ാം ക്ലാസ്സിലായിട്ടുള്ളൂ. ഞാൻ കുമ്പസാരിക്കാനായിട്ട് കുമ്പസാരിച്ച ഉടനെ ഒത്തിരി പ്രായമുള്ള ഒരു വൈദികനായിരുന്നു ആ കുമ്പസാരക്കൂട്ടിലെ. എനിക്ക് ആരാന്നറിയില്ല. ആ വൈദികൻ എന്നോട് പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. കുഞ്ഞെ, ഒരു സിസ്റ്റർ ആകണം, ഒരു വിശുദ്ധി ആകണം. ഇതാണ് ഈശോയ്ക്ക് കുഞ്ഞിനെ കുറിച്ചുള്ള ആഗ്രഹം എന്ന് അച്ഛൻ അന്ന് എന്നോട് കുമ്പസാരത്തിൽ പറഞ്ഞു. അതെന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. കാരണം സിസ്റ്റർ ആവാൻ പോണോ, എന്താണ് എൻ്റെ വിളി എന്നൊക്കെ ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ ഞാൻ നന്നായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഞാൻ പറയാതെ തന്നെ എൻ്റെ ആഗ്രഹത്തെ ഈശോ സ്ഥിരീകരിച്ച ഒരു അനുഭവമായിരുന്നു എനിക്ക്. അപ്പൊ എനിക്കൊരു ഉറപ്പ് കിട്ടി, എന്ത് തന്നെയായാലും എനിക്ക് സിസ്റ്റർ ആവണമെന്നും ഒരു വിശുദ്ധി ആവണമെന്നും
പാവങ്ങളെ ശുശ്രൂഷിക്കണം എന്നുള്ള വലിയ ഉറപ്പ് എനിക്ക് അന്ന് കിട്ടി. അതിനുശേഷം ഞാൻ എപ്പോഴൊക്കെ ഈ ചിന്ത വരും, ഓടിപ്പോയി ബൈബിൾ എടുക്കും. ബൈബിൾ എടുത്ത് വായിക്കുമ്പോഴൊക്കെ ഏതെങ്കിലും ശിഷ്യന്മാരെ ഈശോ വിളിക്കുന്ന ഭാഗങ്ങളായിരിക്കും ഈശോ എനിക്ക് തരിക. അതിൽ എനിക്ക് പൗലോസ്ലീഹനെ വിളിച്ച ഭാഗം എന്നെ ഏറെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യമാണ്. അത് വായിച്ചു വരുമ്പോൾ നമുക്കറിയാം, വിജാതീയർക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് പൗലോസ്ലീഹയെ വിളിച്ചു. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ഓക്കെ, പൗലോസ്ലീഹയുടെ പോലെ എനിക്കും ശുശ്രൂഷ ചെയ്യണം, ആ ഒരു ആഗ്രഹമൊക്കെ അന്നും എന്റെ മനസ്സിലെ ആ 10ാം ക്ലാസ് വരെയുള്ള സമയത്തും ഇടയ്ക്കിടെ ഓടിപ്പോയിട്ട് വചനം എടുക്കുമ്പോഴൊക്കെ ഏതെങ്കിലും ഒരു ദൈവവിളിയായിരിക്കും എനിക്ക് കിട്ടുക. അതെനിക്ക് ഭയങ്കര മനസ്സിന് ഉറപ്പ് തന്നിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ വളരെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഞങ്ങളുടെ ഇടവകയോട് ചേർന്ന് FCCയുടെ ഒരു കോൺവെന്റ് അവിടെ വന്നു. അതേ സമയത്ത് തന്നെ എൻ്റെ അപ്പച്ചന്റെ ചേട്ടന്റെ മകള് ചേച്ചി ആ കോൺവെന്റിൽ സിസ്റ്റർ ആവാനായിട്ട് ചേർന്നു. അപ്പൊ എനിക്ക് അതൊക്കെ ഒരു വഴിയായി സിസ്റ്റർ ആകാനായിട്ട് ഉള്ള എൻ്റെ തെരഞ്ഞെടുപ്പിനെ. പിന്നെ അവിടെയുള്ള സിസ്റ്റേഴ്സായിട്ട് പരിചയപ്പെട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം അവരുടെ ജീവിതത്തില് വളരെ ഒരു പ്രത്യേകത എനിക്ക് കാണാനായിട്ട് സാധിച്ചു. മറ്റ് വേറെ കോൺഗ്രിഗേഷൻസും ഞങ്ങളുടെ ഇടവകയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇവരിൽ എന്തോ ഭയങ്കര ഒരു ലാളിത്യം, പിന്നെ ഭയങ്കര ഒരു ഹാപ്പിനെസ്, പിന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സാഹോദര്യം, ഇതൊക്കെ എനിക്ക് അവരിൽ കാണാനായിട്ട് സാധിച്ചു. അതിലെ പ്രത്യേകിച്ച് 2 സിസ്റ്റേഴ്സിനെയാണ് എനിക്ക് വളരെ സ്വാധീനിച്ചത്. സിസ്റ്റർ ബോൺവീന ആൻഡ് സിസ്റ്റർ ബാൾവീന. ഇവർ രണ്ടുപേരുടെയും ആ ഹാപ്പിനെസ് ഇത് എന്നെ വളരെയധികം സ്വാധീനിച്ചു. ഒത്തിരി അവരെന്നെ സ്നേഹിച്ചിട്ടുണ്ട്. അപ്പോ അതിൽ ഞാൻ തീരുമാനം എടുത്തു, എന്തായാലും FCCയിലെ ഒരു അംഗമായിട്ട് ചേരാം. കാരണം ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നതിലെ വളരെയധികം സന്തോഷിക്കുന്ന ഒരു സിസ്റ്റേഴ്സിന്റെ സമൂഹത്തെ എനിക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ എൻ്റെ ദൈവവിളി എനിക്ക് ഉറപ്പിക്കാനായിട്ട് സാധിച്ചു. This is really an inspiration, sister. So we understand that divine call is like this. Now the second question: who is your inspiration to follow this divine call in your life? Or who has been your greatest motivator? എൻ്റെ ദൈവവിളിയിലെ എന്നെ ഏറ്റവും ഇൻസ്പയർ ചെയ്ത വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മാനുഷികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ബന്ധുക്കളും സിസ്റ്റേഴ്സും അവരൊക്കെ. അതിലുപരിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന 2 വ്യക്തികളിലെ ഒരാളായിരുന്നു വിശുദ്ധ കൊച്ചുത്രേസ്യ, വിശുദ്ധ ഫ്രാൻസിസും. വിശുദ്ധ കൊച്ചുത്രേസ്യ തൻ്റെ ജീവിത കാലഘട്ടത്തിലെ അതായത് ജയിലിലെ ഉണ്ടായിരുന്ന ഒരു മകന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവസാനം കൊലക്കളത്തിലേക്ക് അവൻ പോകുന്നതിന് മുൻപ് മാനസാന്തരപ്പെട്ട് കുരിശ് ചുംബിക്കുകയും ചെയ്യും, അവനെ മാനസാന്തരപ്പെടുകയൊക്കെ ചെയ്തു. അത് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പ്രാർത്ഥന വഴിയാന്നുള്ളത് എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അതേപോലെ തന്നെ ഞാനും ആ ഒരു പ്രായത്തില് 9ലും 10ലൊക്കെ പഠിക്കുമ്പോൾ പേപ്പർ ന്യൂസിലെ ചെറുപ്പക്കാരായിട്ടുള്ളവര് കൊലകുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെട്ടവരെ അവരുടെ പേര് ഞാൻ എടുത്തു വെച്ച് എന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കുർബാനയിൽ പ്രാർത്ഥിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു ത്യാഗം ചെയ്യും. അന്ന് എന്താണ് ത്യാഗങ്ങൾ എന്നറിയില്ല, പക്ഷെ ഒരു കാര്യം അറിയാം, മെഴുകുതിരിയെ കയ്യിൽ ഉറ്റി വീഴ്ത്തുമ്പോൾ നന്നായി വേദനിക്കും. ആ വേദന ഒരു ത്യാഗമായിട്ട് കാഴ്ചവെക്കും, അന്നത്തെ എൻ്റെ ചെറിയ അറിവ് വെച്ചിട്ട്. അങ്ങനെ ഞാൻ ആ 2-3 പിള്ളേർ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഒരു കൊലക്കുറ്റത്തിന് ഇതായിട്ട് ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന ന്യൂസൊക്കെ അന്ന് പേപ്പർ ന്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ ഒത്തിരി ഈ കൊച്ചു തെരേസയുടെ പോലെ ഞാനും പ്രാർത്ഥിക്കായിരുന്നു, അവര് മാനസാന്തരപ്പെടണോ എന്നുള്ളത്. എനിക്ക് അവര് മാനസാന്തരപ്പെട്ടോ ഇല്ല എന്നുള്ളൊരു അടയാളമൊന്നും കിട്ടിയില്ല. എങ്കിലും എനിക്ക് അപ്പൊ അതേപോലെ അവരൊക്കെ ആയിരുന്നു എന്നെ ഈ ദൈവവിളിക്ക് ഏറ്റവും ഇൻസ്പയർ ചെയ്ത വ്യക്തികള്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഒരു തീഷ്ണതയിൽ തന്നെയായിരുന്നു എനിക്കും സിസ്റ്റർ ആകണം, ഇതേപോലെ ഒറ്റപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പാപികൾക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഇതാണ് എന്റെ ദൈവവിളിക്ക് ഇൻസ്പയർ ചെയ്ത വ്യക്തികള് ഈ വിശുദ്ധര് തന്നെയാണ്. Thank you, sister. ഇപ്പോൾ third question. How are you enjoying your life now? മക്കളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. എൻ്റെ ഇപ്പോഴത്തെ ഈ സന്യാസ ജീവിതത്തിലെ
ഞാൻ വളരെ സന്തോഷവും ആനന്ദവും അനുഭവിക്കുന്നുണ്ട്. ചെറുപ്രായത്തിലെ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരുപാട് വേദനിക്കുന്ന മക്കളെ, ഇനിയൊരു ജീവിതമില്ല എന്നുള്ള നിരാശയോടെ കഴിയുന്ന ഒരുപാട് മക്കളെ ഈശോയുടെ സ്നേഹത്തിലേക്ക് കരം പിടിച്ചുയർത്തുവാനും പ്രത്യാശയോടുകൂടെ ജീവിക്കുവാനുമായിട്ട് അവരെ വഴി നടത്താനായിട്ട് ബലഹീനയായ എന്നെ ഈശോ ഇപ്പോൾ എടുത്തുപയോഗിക്കുന്നു. ഞാൻ ഒന്നുമല്ല, പക്ഷെ ഈശോയുടെ കരങ്ങളിലെ വെറും ഒരു കരുവാണ് ഈശോ എടുത്ത് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അങ്ങനെ ഒരുപാട് മക്കളെ ഈശോയുടെ സ്നേഹത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ, ആശ്വാസം നൽകാൻ യുവജനങ്ങളെ, കുട്ടികളെ, കുടുംബങ്ങളെ, മാതാപിതാക്കളെ, തകർന്ന ജീവിത ബന്ധങ്ങളെ ഇതൊക്കെ ഒന്ന് കരുപിടിപ്പിക്കാനും അവരെയെല്ലാം ഈശോയിലേക്ക് അടുപ്പിക്കാനും പ്രത്യാശയിലേക്ക് ആനയിക്കുവാനും ഈശോ എന്നെ എടുത്തുപയോഗിക്കുന്നു എന്ന് മാത്രം. അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ 13 വർഷത്തെ ഈ സുവിശേഷ വേല എനിക്ക് ഒത്തിരി ആനന്ദവും സന്തോഷവും പകരുന്നതാണ്. ഒരു മടുപ്പും ഇതുവരെ എനിക്ക് ഈ ശുശ്രൂഷയിൽ ഉണ്ടായിട്ടില്ല. ഇനിയും തീഷ്ണതയോടെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, ഈശോയ്ക്ക് വേണ്ടി മരിക്കണം. ഈശോ മാത്രം, ഇതാണ് എൻ്റെ ഏക ലക്ഷ്യം. ഈശോയും വിശുദ്ധരും ഇവരാണ് എൻ്റെ കൂട്ടുകാരും എൻ്റെ കുടുംബമല്ല. ഞാൻ അങ്ങനെ ഒരു ഫാമിലി രൂപീകരിച്ചിട്ടുണ്ട്, ഹോളി ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട്. വിശുദ്ധരും എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വിശുദ്ധരും മാലാഖമാരും അതിലെ പരിശുദ്ധ ത്രിത്വം ഇവരെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബത്തിലെ ഏറ്റവും ലാസ്റ്റ് ഞാനായിട്ട് അങ്ങനെ ഒരു കുടുംബം ഞാൻ രൂപീകരിച്ചിട്ടുണ്ട്. ആ കുടുംബത്തോട് ചേർന്നാണ് ഞാൻ എൻ്റെ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു വാക്യം, മർക്കോസിൻ്റെ അധ്യായം 10-ാമത്തെ അധ്യായം, മർക്കോസ് സുവിശേഷത്തിലെ 10-ാമത്തെ അധ്യായം 29-ാമത്തെ തിരുവചനം. എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ നിങ്ങൾ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ സഹോദരിമാരെയോ വയലുകളെയോ വീടോ എന്തെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ചാലും അതെല്ലാം നിങ്ങൾക്ക് 100 ഇരട്ടിയായി ഈ ലോകത്തിൽ വെച്ച് തന്നെ നൽകുമെന്ന് ഈശോ അരുളി ചെയ്തിട്ടുണ്ട്. ഒപ്പം നമുക്ക് നിത്യജീവനം. ഇത് തീർച്ചയാണ്, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെ നമ്മൾ ഉപേക്ഷിച്ചു അതിൻ്റെയെല്ലാം 100 ഇരട്ടി ഈശോ ഇന്ന് ഈ വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്ക് നൽകുന്നുണ്ട്. ഒരുപാട് സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളും സഹോദരങ്ങളുണ്ട്, ഒരുപാട് മക്കളുണ്ട്. ഈവൻ എന്നെ മമ്മി, അമ്മ ഇങ്ങനെയൊക്കെ പല പേരിട്ട് വിളിക്കുന്ന ഒരുപാട് മക്കളെ എനിക്ക് ഈശോ ഇന്ന് തന്നിട്ടുണ്ട്. ചിലരുടെയൊക്കെ മൊബൈലിൽ ഇവാഞ്ചലിൻ അമ്മ, ഇവാഞ്ചലിൻ മമ്മി എന്നൊക്കെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേർക്ക് അമ്മയാകാനായിട്ട് ഈ ഒരു വിളി, ഈ സന്യാസ സമർപ്പണം വഴി ഈശോ എനിക്ക് ഈ ഒരു അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട്, ഈ സന്യാസ ജീവിതം വഴി. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സന്യാസ സമർപ്പണത്തിലേക്ക് ആഗ്രഹമുള്ള കുഞ്ഞുമക്കളെല്ലാം ഓടി വരണം. ഇതൊരിക്കലും നമുക്ക് നഷ്ടമല്ല, നമുക്ക് വളരെ നേട്ടങ്ങൾ നൽകുന്ന ഒരു ജീവിതമാണ് ഈ സന്യാസ ജീവിതം. താങ്ക് യു. Thank you very much for sharing your valuable time, sister. Appo, I hope you all feel inspired and motivated, right? Let this light shine upon all of us. Now, let me welcome the Perbo team for the prayer. ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാനസപേക്ഷി കടയിലെ ഈ പാട്ടില്ലാതെ നിലവിച്ച കടിച്ചു പാവയായി ഞാൻ കൊണ്ട് സംഗീകരിക്കുന്നു. അവതരിച്ചു വെച്ചു മാതാവേ ഈ അപേക്ഷിച്ചാണ് ആമേൻ. Thank you, Perbo team, for a lovely prayer. I hope you all had a wonderful time with us today. Let's meet tomorrow with another Bride of the King. Until then, it's Joanna signing off. Thank you and Shubhratri.